ില്ല പിന്നെ ഇതെല്ലാം തീർക്കാനുള്ള ഒരു തന്ത്രപ്പാടിലായിരുന്നു. അങ്ങനെ കുറേ ദിവസം ഉറങ്ങാതെയൊക്കെ ഇരുന്ന് ഈ സ്റ്റാൻഡേർഡ് ബുക്സൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. അതിൻ്റെ കൂടെ CSAT പഠിക്കാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു CSAT ലാസ്റ്റ് ഇതാണ് ഏറ്റവും വലിയ തെറ്റായിപ്പോയത്. അത് കുറേ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് പറയാം. അങ്ങനെ ഉറങ്ങാതിരുന്നപ്പോൾ ഹെൽത്ത് ഭയങ്കര വീക്കായി. അങ്ങനെ ഓരോരോ രോഗങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല മര്യാദക്ക്. ഞാൻ 2 മണിക്കൂറൊക്കെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ ഞാൻ ഞാൻ 2 മണിക്കൂർ ഉറക്കം എൻ്റെ പുറക്കം ഒഴിവാക്കിയിട്ട് ഞാൻ പഠിക്കാനിരുന്നു. പക്ഷേ അത് കാരണം എൻ്റെ ഹെൽത്ത് ഭയങ്കര ശോചനീയമായ അവസ്ഥയിലായി. പിന്നെ മര്യാദക്ക് ഫുഡ് കഴിക്കത്തില്ല, അത് വേറൊരു കാരണം. വെള്ളം കുടിക്കത്തില്ല, അത് വേറൊരു കാര്യം. കാരണം എനിക്ക് ടെൻഷൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യത്തില്ല. ഒരു പഠിച്ച് പോർഷൻ തീരാനുള്ളൊരു ടെൻഷനിൽ ഇതൊക്കെ ഒഴിവാക്കി ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ഹെൽത്തിനെ അവോയ്ഡ് ചെയ്തു. സോ ഒബ്വിയസ്ലി നമുക്ക് ശരീരത്തിന് നമ്മുടെ ഒരു ബോഡിക്ക് കിട്ടേണ്ട ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് വെള്ളം, ഭക്ഷണം, പിന്നെ ഉറക്കം, എക്സസൈസ്, ഇതൊന്നും കിട്ടാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. അത് പല വിധത്തിൽ റിയാക്ട്